ബോംബെ റിലീസ് ചെയ്യുന്നതിനും 58 ദിവസം മുമ്പ് ഒരു രജനീകാന്ത് ചിത്രം തിയേറ്ററുകളിൽ പണം വാരുന്നുണ്ടായിരുന്നു. ഭാഷ. ബോംബെ റിലീസ് ചെയ്തിട്ടും ഭാഷയുടെ പണം വാരലിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഭാഷ അങ്ങനെ ഓടുകയാണ്. ഓടി 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 അത് 100 ദിവസവും 150ഉം 200ഉം ഒക്കെ പിന്നിട്ടു. നാടെങ്ങും വിജയാഘോഷം. അങ്ങനെ ഒരു വിജയാഘോഷ വേദിയിൽ രജനിയുടെ കയ്യിൽ മൈക്കെത്തി. അന്ന് രജനീകാന്ത് ജയലളിതയുടെ കടുത്ത വിമർശകനാണ് എന്നോർക്കണം. അതായത് 1992 ഡോക്ടർ രാധാകൃഷ്ണൻ റോഡിൽ തന്നെ തടഞ്ഞിട്ട സംഭവമെന്നും രജനി ഇന്നും മറക്കവേയില്ലേ. മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ രജനി അവസരം കളഞ്ഞില്ല. തമിഴ്നാട്ടിൽ ഇപ്പോ വന്ന് സാക്ഷാൽ കലൈഞ്ചർക്ക് മട്ടുമല്ലേ, ഒരു കലൈഞ്ചനും നിമ്മതിയാ വാഴയിടമില്ലേ. இதோ இப்போ மணிக்கு என்ன ஆச்சு பாரு. மணிரத்னம் அவர் காலையிலே காப்பி சாப்பிட்டுட்டு இருக்கும்போது வீட்டுக்குள்ளே வெடிக்குண்டு. பாம். என்ன ஊருது? இங்க ஒரு ஆட்சி இருக்கா? இங்க ஒரு அரசாங்கம் இருக்கா? இப்போ நம்ம ஊரில் இருக்கிறது வெடிகுண்டு கலாச்சாரம். ഈ വെടികുണ്ട് കലാചാരം, അതായത് ഈ ബോംബ് കൾച്ചർ ഇല്ലവാ, ഇത് നിപ്പാട്ടുறதுக்கு இந்த ஆட்சி ஒண்ணுமே செய்யல. இப்படியே போனா நம்ம நாடு உடனடியா കല്ലറയാக പോകുന്നത്. ഇത് ചെറിയ പ്രസംഗമല്ല. ഇതിങ്ങനെ തുടർന്നാൽ നാട് ശവപ്പറമ്പാകുമെന്നാണ് രജനി പറയുന്നത്. മണിരത്നത്തിന്റെ കാലിൽ ആഞ്ഞു തറച്ച വെടിക്കുണ്ട് ചീളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു രജനീകാന്തിന്റെ പ്രസംഗത്തിൽ. രജനി എറിഞ്ഞത് ജയലളിതയെ ലക്ഷ്യം വെച്ചായിരുന്നു.